ഇടവയിലെ ചന്ദനവേട്ടയില് ഒരാൾ കൂടി പിടിയിലായി എന്ന വാർത്തയാണ്. അത് ചന്ദനവേട്ടയില് അത് വെണ്ണിയോട് സ്വദേശി വിഷ്ണു ആണ് പിടിയിലായത്. ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദ് അലിയുടെ കാറ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കും. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ വരാൻ പോവുകയാണ്. അപ്പൊ അജീഷ് ജയകുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അജീഷ്, വലിയ ചന്ദനവേട്ടയാണോ നടന്നത്? ഇതിന്റെ ഉള്ളറകൾ അന്വേഷിച്ചു പോകുമ്പോൾ വലിയ വിവരങ്ങളാണോ വരാനിരിക്കുന്നത് അജീഷ്? എന്തായാലും ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതായത് ഇന്നലെ വൈകിട്ടാണ് വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗം ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. രണ്ടുപേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഒന്ന് ചെറുപ്പുളശ്ശേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി, മറ്റൊന്ന് മേലെ വിട്ടൂർ വെണ്ണിയോട് സ്വദേശിയായ വിഷ്ണു. ഇവർ രണ്ടുപേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വനംവകുപ്പ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ചന്ദന മരങ്ങളാണ് ഇവർ വെട്ടി ഒരു സ്ഥലത്ത്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സൂക്ഷിച്ച് അവിടെ നിന്ന് മലപ്പുറത്ത് എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ഇവരുടെ ഒരു രീതി. ഇവർ കഴിഞ്ഞ ദിവസം, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വർക്കല ഇടവയിലുള്ള ഒരു കക്ഷിയുടെ വീട്ടിലെ ഈ ചന്ദനമരം വിൽക്കുമോ എന്ന് ചോദിച്ച് എത്തിയിരുന്നു. പക്ഷേ അയാൾ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ കുറച്ച് സാധനങ്ങൾ, അതായത് ഇവരുടെ ഉപകരണങ്ങൾ, മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചോട്ടെ എന്ന് പറയുന്നു. അത് അയാളുടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ പറമ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഈ അതിർത്തി മേഖലകളിൽ ഈ ചന്ദനമരമുള്ള വീടുകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുമായി ചില വീടുകൾ ഈ വനംവകുപ്പ് അറിയാതെ തന്നെ വിൽപ്പന നടത്തുന്നവരുണ്ട്, അല്ലാതെ അവരുടെ മരം മുറിച്ച് കടത്തുന്നവരുമുണ്ട്. അങ്ങനെ ഈ മരങ്ങളെല്ലാം ഈ വീട്ടിൽ സൂക്ഷിച്ച ശേഷം, ഈ വീട്ടുടമസ്ഥൻ അറിയാതെ ഈ സ്ഥലത്ത് സൂക്ഷിച്ച ശേഷം ഇത് വിൽപ്പന നടത്തുകയാണ് ഇവരുടെ രീതി. എന്തായാലും വനംവകുപ്പ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയാണ്. 2 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. അവരെ ഇന്ന് നെടുമങ്ങാട് വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൂടി പിടിയിലായ വാർത്തയാണ് അജീഷ് ജയകുമാർ നൽകിയത്. വെണ്ണിയോട് സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. ഇന്നലെ അറസ്റ്റിലായ മുഹമ്മദിലൂടെ കാറ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കും. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയതായി.